ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 63, 64, 65 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. അമ്മൻ യഹ്ദീകും, നേരത്തെ വന്ന പല വചനങ്ങളുടെയും തുടക്കം ഇപ്രകാരമാണ്, അമ്മൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും അത് തന്നെ. അമ്മൻ യഹ്ദീകും, മുശദ്ദദത്തായ മീം, അതിനുശേഷം സാക്കിനത്തായ നൂൻ ഒക്കെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം നാഖിസ് ബിഗുന്ന. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്, സാക്കിനത്തായ മീമും ശേഷം ഫാഉം വന്നിട്ടുണ്ട്. ഇദ്ഹാർ ഷഫവി, സൂക്ഷ്മതയോടെ അവിടെ ഇദ്ഹാർ ചെയ്യേണ്ടതാണ്. കാരണം ശേഷം ഫാ ആണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട്. മീമും ഫാവും രണ്ടും തന്നെ ഷഫവിയായ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് മീമിൻ്റെ ഉച്ചാരണം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ചുകൊണ്ട് വ്യക്തമാക്കി മീമും ശേഷം ഫാവും അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്, മണിക്കാതെ വെളിവാക്കുക. أَمَّن يَهْدِيكُمْ فِي ظُلُمَاتِ الْبَرِّ وَالْبَحْرِ. ളുലുമാത് എന്ന് പറയുമ്പോൾ ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ്. അതിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അൽ ബർരി വൽ ബഹ്രി, ഈ പദങ്ങളിലൊക്കെ റാഇന് കസ്റാണുള്ളത്. തർക്കീഖ് ചെയ്യേണ്ട സന്ദർഭമാണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ റായിന് തഫ്ഖീം വരും. ളുലുമാതിൽ ബർ എന്ന് പറഞ്ഞ് റായിനെ തടിപ്പിച്ച് ഷദ്ദുള്ള റായിലാകുമ്പോൾ അല്പം ഒരു എന്താ പറയുക, ഒരു ദഗ്ത്ത് എന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, അതായത് ഒരു മർദ്ദം, ഒരു ശക്തി കൊടുത്തുകൊണ്ട് നിർത്തുക. അൽ ബർ. അവിടെ ബഹ്റിലാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. അൽ ബർരി വൽ ബഹ്ർ. വമൻ യുർസിലു الرِّيَاحَ, വമൻ യുർസിലു സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. യുർസിലു എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമാണ്. സാക്കിനത്തായ റാ തൊട്ടുമുമ്പിൽ ദം, ഇവിടെ തഫ്ഖീം ചെയ്തുകൊണ്ട് റാഇനെ ഉച്ചരിക്കുക. الرِّيَاحَ, വീണ്ടും കസ്റുള്ള റാ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ബുശ്റൻ ബൈന, ബുശ്റൻ, ബുഷ് എന്ന് പറയുമ്പോൾ ഷീന് ശ്രദ്ധിക്കണം. ഷീൻ തഫഷി എന്ന അതിൻ്റെ സിഫത്ത് ഷജരിയായ ഹർഫ്. ഷീന് ബുശ്റൻ മലയാളത്തിലെ ഷാ പോലെ മുന്നോട്ടായി പോയത്, കുറച്ച് ഉള്ളിൽ നിന്ന്. എന്നാൽ മലയാളത്തിലെ ഷായുമല്ല ശായുമല്ല, രണ്ടിൻ്റെ മധ്യത്തിൽ. ബുഷ് റാഹിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. റാഹിൻ്റെ തൻവീൻ ഇഖ്ലാബ് ചെയ്ത് ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബുശ്റൻ ബൈന യദൈ റഹ്മതി, റഹ്മതി. ആ റായിനെയും തഫ്ഖീം ചെയ്യുക. എല്ലാ റാകളും തഫ്ഖീം ചെയ്യേണ്ടതൊക്കെയും ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കുക. മലയാളത്തിലെ റാ പോലെ പറഞ്ഞാൽ അത് അറബിയിലെ റായിൻ്റെ ശരിയായ ഉച്ചാരണമാവുകയില്ല. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മതിഹി എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂൻ നൽകി റഹ്മതി എന്നാണ് വഖഫ് ചെയ്യുക. ചേർത്ത് ഓതുമ്പോൾ അവിടെ റഹ്മതിഹി അഇലാഹുൻ എന്ന് മദ്ദുസ്സിലത്തിൽ കുബ്ര പുതിയതായി ഉണ്ടായിത്തീരുന്നതാണ്.
എന്നതും ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യൽ ഉത്തമമായ വഖഫ് ഔലായുടെ ചിഹ്നം നൽകപ്പെട്ട സ്ഥാനമാണ്. വഖഫ് ചെയ്യൽ ഉത്തമമാണ്. അഇലാഹും മഅല്ലാഹ് മേലെ വന്ന ആവർത്തിച്ചു വരുന്നൊരു വാചകമാണ്. അഇലാഹും മഅല്ലാഹ്. ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. 2 ഹംസകൾ തുടരെ വരികയാണ്. തൻവീനും ശേഷം മീമുമാണ്. പൂർണ്ണമായി മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മീമിൽ ഷദ്ദ് കൊടുത്തത് കാമിലാണ് എന്നതിൻ്റെ സൂചനയാണ്. അഇലാഹും മഅല്ലാഹ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. തആലല്ലാഹു. വീണ്ടും അള്ളാഹ് എന്ന ഇസ്മുൽ ജലാൽ ആവർത്തിക്കുന്നു. തഫ്ഖീം ചെയ്യുക ലാമിന്. തഫ്ഖീം ചെയ്യുമ്പോഴൊക്കെയും ലാമാണ് എന്ന ശരിയായ ഉച്ചാരണം അതിലുണ്ടായിരിക്കണം. മറന്നു പോകരുത്. അതായത് ലാമിൻ്റെ മഖ്റജ് മാറിപ്പോകരുത്. മുൻപല്ല് ടച്ച് ചെയ്തുകൊണ്ട് മുൻപല്ലും നാവും ചേർത്ത് പറയരുത് എന്നർത്ഥം. ഉള്ളിൽ നിന്ന് അല്ലാഹ് എന്ന് ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. തആലല്ലാഹു. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ആ ലാമിന് മാത്രമേ തഫ്ഖീമുള്ളൂ. തൊട്ട് മുമ്പിലുള്ള ഐന് ലാം ഒക്കെ തർക്കീഖിൻ്റെ അക്ഷരങ്ങൾ. തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മീം മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട മീം. യുശ്രികൂൻ, ഷീനിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെയും ശ്രദ്ധിക്കുക. യുശ്രികൂൻ. റായിന് തർക്കീഖ് കൊടുക്കണം, കസ്റായതുകൊണ്ട്. അമ്മൻ യബ്ദഉൽ ഖൽഖ. ശദ്ദുള്ള മീമിനെ മണിക്കുക. ശേഷം വന്ന സാക്കിനത നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. യബ്ദഉ. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കണം. യബ്ദഉൽ ഖൽഖ. ഖാഫ് ഇവ രണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു. മീം മുശദ്ദദയെ മണിക്കുക. സുമ്മ യുഈദു. വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂൻ കൊടുക്കണം, സൂചിപ്പിച്ചു. യുഈദുഹു വമൻ യർസുഖുകും. ചേർത്ത് ഓതുമ്പോൾ യുഈദുഹു ഹായിന് മദ്ദുസ്സിലത്തി സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണ് വരിക. വമൻ യർസുഖുകും സാക്കിനത നൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിക്കുക. യർസുഖുകും. റായിന് തഫ്ഖീമാണ്. തടിപ്പിച്ച് റായിന് ഉച്ചരിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഖാഫിന് തഫ്ഖീമുണ്ട്. യർസുഖുകും മിനസ്സമാ. യർസുഖുകും മിനസ്സമാ. സാക്കിനത്തായ മീമും ശേഷം ഹറക്കത്തുള്ള മീമും രണ്ടും ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. മിനസ്സമായി. ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആലിഫിനെ ദീർഘിപ്പിക്കണം. മിനസ്സമായി വൽ അർദ്. റാഉം ദ്വാദും രണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ദ്വാദിൽ സുക്കൂൻ നൽകി അർദ് എന്ന് വഖഫ് ചെയ്യുക. അർള് എന്നൊന്നും വായിപ്പരുത്. നാവിൻ്റെ സൈഡ് ഒരു നീളത്തിൽ മേലെ ഹണപ്പല്ല് ചേർത്താണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. അർദ്. അഇലാഹും മഅല്ലാഹ്. മേലെ വന്ന അതേ വാചകം ആവർത്തിക്കുന്നു. തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ തഫ്ഖീം കൊടുക്കുക ലാമിന്. അഇലാഹും മഅല്ലാഹ്. ഖുൽ ഹാതു ബുർഹാനകും.
ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമാണ്, തടിപ്പിക്കണം. ഹാതു, ഹാതു എന്നൊന്നും പറയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാതു അല്ല, മറിച്ച് ഹാതു, ഹാതു. ഹാതു ബുർഹാനകും, ബുർ, ബുർ. റായിന് തഫ്ഖീം കൊടുക്കണം, റായിനെ സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ഹാ ശേഷം അലിഫ്, അതിനൊന്നും തഫ്ഖീമില്ല, ഒക്കെ തർക്കീഖാണ്. ബുർഹാനകും. സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. ഇൻ സാക്കിനത്തെ നൂൻ, കുൻ സാക്കിനത്തെ നൂൻ ആവർത്തിക്കുന്നു. രണ്ട് നൂനുകളും ഇഖ്ഫാ ഹഖീഖിയുടേതാണ്, മറച്ച് മണിക്കുക. ശേഷം കാഫ്, രണ്ടാമത്തേതിൻ്റെ ശേഷം താ. ഇവിടെയൊക്കെ ഇഖ്ഫാണ്, നൂനിനെ അവ്യക്തമാക്കി മറച്ച് മണിച്ചുച്ചരിക്കുക. ഇൻ കുൻതും സ്വാദിഖീൻ. സാക്കിനത്തെ മീമും ശേഷം സ്വാദും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സ്വാദിഖീൻ, സ്വാദിൻ തഫ്ഖീം, അതിൻ്റെ അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് പറയുക. സ്വാദിഖീൻ, ഖാഫിനും തഫ്ഖീം, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് ഖാഫിന്, കസ്റായതുകൊണ്ട്. ഖുൽ ലാ യഅലമു, ഖാഫിന് വീണ്ടും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക, ദമ്മുള്ള ഖാഫ്. ലാമും ലാമും ലയിപ്പിച്ച് ഒറ്റ ലാമാക്കി ഉച്ചരിക്കുക. ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്ന ഗണത്തിൽ വരുന്നു. ഖുൽ ലാ യഅലമു, ലാ യഅലമു, ഐനൊക്കെ വ്യക്തമാക്കി ഉച്ചരിക്കണം. മൻ ഫിസ് സമാവാതി, സാക്കിനത്തെ നൂനും ശേഷം ഫാവും ഇഖ്ഫാ ഹഖീഖി, മറച്ച് മണിച്ച് നൂനിനെ ഉച്ചരിക്കണം, അവ്യക്തമാക്കണം. മൻ ഫിസ് സമാവാതി വൽ അർദ്, السماوات والأرض. റാഇനും ضادനും മാത്രമാണ് തഫ്ഖീമുള്ളത്, മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖ്. വൽ അർദി കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക ضادന്. അൽ ഗൈബ, ഗൈനിന് തഫ്ഖീം, പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ഇല്ലല്ലാഹ്, വീണ്ടും ഇസ്മുൽ ജലാല, ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കണം, തഫ്ഖീം ചെയ്യണം. വമാ യശ്ഉറൂന, യശ്ഉറൂന റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയുക. അയ്യാന യുബ്അസൂൻ, അയ്യാന യുബ്അസൂൻ. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. ബാഇന് സുക്കൂനുണ്ട്, ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഐന് ശ്രദ്ധിക്കുക. യുബ്അസൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. قل لا يعلم من في السماوات والأرض الغيب إلا الله
وما يشعرون أيان يبعثون